doctors, what's up? എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു എടാ? ഞാൻ വീണ്ടും എത്തിയില്ലേ? യെസ്. ഓൾറൈറ്റ്. അപ്പോൾ ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് എന്തിനെ പറ്റിയായിരിക്കും? ഞാൻ ബയോളജിയാണ്. സോ ബയോളജിനെ പറ്റിയിട്ട് പറയാനാണ് എഗെയിൻ ഞാൻ ഇവിടെ ഉള്ളത്. ഓക്കെ, യാ. സോ ബയോളജി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ വില്ലനാവാം, നിങ്ങളുടെ നായകനാവാം, എന്താവണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. സോ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ബയോളജി ആൻഡ് ഡോണ്ട് ഓവർ എസ്റ്റിമേറ്റ് ബയോളജി. ഓൾറൈറ്റ്. ബയോളജിക്ക് കൊടുക്കാനുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അതായത് നിങ്ങൾ കുറേ സമയം ഫുൾ സമയം ഒന്നും ബയോളജി വായിക്കണം ഞാൻ പറയില്ല. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളത് അവിടെ കുറക്കില്ല, പഠിക്കരുത്, അത് ചെയ്യരുത് എന്ന് വെച്ച് ഫിസിക്സും കെമിസ്ട്രി മാത്രം പഠിക്കണം എന്ന് ഞാൻ പറയില്ല. ആ സമയത്ത് എന്ത് ചെയ്യും? നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്രം പഠിച്ചാൽ ബയോളജിക്ക് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കൂല. സോ ബയോളജിക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തിരിക്കണം ഈ അവസാന ദിവസങ്ങളിൽ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യാ. സോ ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് സ്ട്രെസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണെന്ന് അറിയോ? സില്ലി മിസ്റ്റേക്സ്. അതെടാ, നമ്മൾ പല ആൾക്കാരും ഈ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നടാ ബയോളജി എക്സാം നീറ്റ് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. ഞാൻ ബയോളജി ഫുൾ ആയിരിക്കും, കാരണം ഇറ്റ് വാസ് വെരി ഈസി ഗൈസ്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് നടന്നിരുന്നു, ഫുൾ തള്ളു പോലെയൊക്കെ പറഞ്ഞ് നടന്നിരുന്നു. പക്ഷേ അന്നത്തെ രാത്രി നമ്മുടെ ആൻസർ കീ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നോ, ഐ വാസ് റോങ്. എനിക്ക് കുറേ തെറ്റുകളുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? സില്ലി മിസ്റ്റേക്സ് ആടാ, സില്ലി മിസ്റ്റേക്സ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ വായിച്ചത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാ. ഓക്കെ, അങ്ങനെ കുറെ പൊട്ടത്തെറ്റുകൾ, മനസ്സിലായോ? അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വായിച്ചു, ആൻസറിൽ നമ്മൾ മെയിൻ ആയിട്ട് കുറെ കൺഫ്യൂസിങ് ഓരോ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതായിരിക്കും ആൻസർ ആയിട്ട് കണക്കാക്കുക, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ വായിച്ചു, അത് ശരിയാണല്ലോ, അപ്പൊ തന്നെ OMRൽ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ വായിക്കുക. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ ആയിരിക്കും ഒന്നാമത്തേനേക്കാളും കൂടുതൽ അപ്രോപ്രിയേറ്റ്. തീർന്നോ? നമ്മുടെ കോൺഫിഡൻസ് തന്നെ പോവോ? അപ്പൊ മൊത്തം എല്ലാ ഓപ്ഷൻസും കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം മാത്രം മതി നിങ്ങൾ OMRൽ മാർക്ക് ചെയ്യുക. വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയൊക്കെയാണ് സില്ലി മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുക. ഓക്കെ, എക്സാം ടൈമിൽ. അപ്പൊ എക്സാമിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഞാൻ എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മോട്ടിവേഷൻ വീഡിയോസിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പോൾ എന്തായാലും കുറേ സമയമൊന്നുമില്ല. അപ്പം നിങ്ങൾ 2013 അല്ലെങ്കിൽ 15 മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ ഓരോ ചാപ്റ്ററും ചെയ്ത് പഠിക്കണം കേട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായത്? നിങ്ങൾ ഒഴിവാക്കരുത്, കാരണം അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ റിഗ്രറ്റ് ചെയ്യും. ഓൾറൈറ്റ്, യാ. അപ്പോടാ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര പേടിച്ച് കണ്ടൊരു സാധനമല്ല, അല്ലെങ്കിൽ ഭയങ്കര സില്ലി ആയിട്ട് കാണും ചെയ്യരുത്. ഓക്കെ, കുറെ പേര് സില്ലി ആയിട്ട് കാണും അല്ലേ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പൊ പ്ലസ് 2 കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ പ്ലസ് 2 കഴിഞ്ഞത് കാരണം ഈ പ്ലസ് 2 എല്ലാ കാര്യങ്ങളും ഉഷാറായിട്ട് അറിയുന്നുണ്ടാവും. ബയോളജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഞാൻ ബയോളജിൻ്റെ അടുത്ത് മാത്രം പറയാം. അപ്പൊ നിങ്ങൾ ഫിസിക്സിൽ കുറെ ഫോക്കസ് ചെയ്യും. ആ സമയം നിങ്ങൾ ബയോളജി 12th മൈൻഡ് ചെയ്യാണ്ട് ഇരിക്കരുത്. ബയോളജി 12th മൈൻഡ് ചെയ്യണം കേട്ടോ, കാരണം മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. എല്ലാം മറക്കൂലെങ്കിലും ചിലതൊക്കെ മറന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്തിട്ട് പോകണം. ഓക്കെ, പിന്നെ ടൈം മാനേജ്മെന്റ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഞാനൊക്കെ പറയണത്, ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം എഴുതുമ്പോൾ ആദ്യം തന്നെ ബയോളജി ചെയ്യാം. കാരണം തുടക്കം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കയറി കഴിഞ്ഞാൽ അപ്പം കിട്ടിയൊരു എനർജി മൊത്തം എക്സാം കഴിയുന്നത് വരെ നമുക്ക് എനർജി ഉണ്ടാവും അല്ലേ? അത് വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. അത് ഭയങ്കര നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. യെസ്. അപ്പോൾ അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്ത് തീർക്കല്ലേ? ബയോളജി. യെസ്, മനസ്സിലായോ? അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ആദ്യം തന്നെ ചെയ്ത് തീർത്താൽ ചിലപ്പോൾ ഫിസിക്സിൽ ഏതെങ്കിലും 1-2 കൊനിഷ്ട് പിടിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം നമുക്ക് കിട്ടിയില്ല, അത് വലിയ കാര്യമൊന്നുമല്ല. കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് ഒഴിവാക്കണം. 1-2 ക്വസ്റ്റ്യൻസ് അല്ല ഒഴിവാക്കണം, അത് നമ്മൾ റാങ്ക് എടുത്തുമ്പോൾ ചെയ്യാൻ പോകില്ല. ഓൾറൈറ്റ്, യാ. അപ്പോടാ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒഴിവാക്കുക. ചിലവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവും, അപ്പൊ പിന്നെ ബാക്കി അറിയുന്നതും കൂടി തെറ്റിക്കും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഏതിലാണോ അത് ആദ്യം ചെയ്യാൻ നോക്കട്ടെ. അപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏതാണ്? ബയോളജിയാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും, പക്ഷെ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസും പ്രിഫർ ചെയ്യുന്നത് ബയോളജി ആയിരിക്കും. യെസ്. അപ്പൊ സില്ലി മിസ്റ്റേക്സ് ഇനി എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം? ഒന്ന്, നമ്മൾ OMR മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയില്ല, അപ്പം നമ്മളത് വിട്ടു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു, പക്ഷേ ആൻസറും കിട്ടി. നമ്മൾ കുത്തിയത് ഒന്നാമത്തേൻ്റെ ആൻസറിൻ്റെ ആ ബബിൾസിലായിരുന്നു നമ്മൾ ഇതാക്കിയത്. പോയോ? കോൺഫിഡൻസ് തീർന്നോ? തെറ്റിയോ? യെസ്. അപ്പോൾ
ഈ ഒരു മിസ്റ്റേക്ക് ആരും ചെയ്യരുത് കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീർന്നു. ഇത്രയും ഞാൻ സീരിയസ് ആയിട്ട് പറയാൻ കാരണം, നിങ്ങൾ OMR മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്നെ ഓർക്കും നിങ്ങൾ, ശരിയാ, അപ്പൊ നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്യും. അതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഞാൻ വെറുതെ അൺനെസസറി ആയിട്ട് നിങ്ങളെ പേടി കയറ്റല്ല, മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ഓർക്കും. ഇങ്ങനെയൊക്കെ നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ? യെസ്. പിന്നെ ടൈം മാനേജ്മെന്റ് പറഞ്ഞില്ലേ? അപ്പോൾ ഇപ്പൊ ഇതേവരെ കുറെ ആൾക്കാർ ബയോളജി ആദ്യം ചെയ്ത് പഠിക്കുന്നവരുണ്ടാവും. ക്വസ്റ്റ്യൻസ് ഒരു അല്ലേ, മൊത്തം 180 ക്വസ്റ്റ്യൻസിൽ ചിലർ ആദ്യം ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെ ചെയ്തിട്ട് പിന്നെ ബയോളജി ചെയ്യുന്നവരുണ്ടാവും. സോ ഈ ഒരു ഹാബിറ്റ് ഞാൻ പറയുന്നു, ബയോളജി എല്ലാവർക്കും കുറച്ചും കൂടി നല്ലത് അല്ലേ? ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും, പക്ഷെ മെജോറിറ്റി ഇതായിരിക്കും നല്ലത്. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനും ഒക്കെ സമയമുണ്ട്. നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ വരുന്നുണ്ട്. ഡോപ്പ ഓഫ്ലൈൻ ടെസ്റ്റ് 5 എണ്ണം ഉണ്ട്. 10-ാം തീയതി അങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മുടെ കുട്ടിക്കലാശത്തിന്റെ പരിപാടികൾ. ചൂടോടെ നമ്മുടെ എക്സാം എഴുതാൻ പോവാണ്. മനസ്സിലായോ? ഇപ്പൊ ഉള്ള എനർജി, ഇപ്പൊ ഉള്ള കോൺഫിഡൻസ് ആരും കൈവിടരുത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ മനസ്സിൽ കൊളത്തപ്പെട്ടെത്തി ഇനി അങ്ങോട്ട് ആളിക്കത്താൻ പോവാണ്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ഫുള്ള് ടമാർ പഠാർ പടക്കമട്ടയിലൊക്കെ ആയിരിക്കില്ല. യെസ്, മനസ്സിലായില്ലേ? ആനന്ദത്തിന്റെ, മനസ്സിലായോ? സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു റിസൾട്ടിന്റെ ദിവസം സ്വപ്നം കണ്ടാൽ മതി മക്കളെ. നിങ്ങൾ സ്റ്റെതസ്കോപ്പ് ഇട്ടിട്ട് ഒരു പേഷ്യന്റിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ശുശ്രൂഷിക്കുകയാണ്, ട്രീറ്റ് ചെയ്യാണ്, എന്നിട്ട് അയാളുടെ അസുഖം മാറ്റാണ്. അപ്പൊ പേഷ്യന്റ് മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം, നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു തൃപ്തി, അതിനൊക്കെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരാളുടെ വിഷമം മാറ്റുക എന്നതിനോട്ട് അപ്പുറത്തേക്കായിട്ട് ഈ ലോകത്ത് വേറെ ഒരു നല്ല കാര്യമില്ല അല്ലേ? സോ അതൊക്കെ ചെയ്യാൻ പോകുന്ന മക്കളാണ് നിങ്ങൾ, ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആണ് നിങ്ങൾ അല്ലേ? അപ്പൊ അത്ര ആ ഒരു സംഭവം നിങ്ങൾ കിനാവ് കാണുക, അത്രേ ഉള്ളൂ. അതിന് നിങ്ങൾ പ്രണയിക്കുക, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ നീറ്റൊക്കെ ഭയങ്കര ലാഘവത്തോട് കൂടിയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. മനസ്സിലായോ? നമ്മുടെ ഒക്കെ ഒരു സ്വപ്നമാണ് അല്ലേ? അപ്പോ കോൺഫിഡൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളത് വെരി 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 ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? അപ്പൊ തെറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഈ സില്ലി മിസ്റ്റേക്സുകളൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് മോക്ക് ടെസ്റ്റ് എഴുതുക എന്നുള്ളത്. ഓരോ എക്സാം എഴുതി കഴിയുമ്പോഴും നമ്മുടെ എയിം എന്തായിരിക്കണം? അടുത്തതില് ഉറപ്പാണ്, ഒന്നാമത്തേൽ 10 എണ്ണം ഞാൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതിൽ ഞാൻ 5 എണ്ണം തെറ്റിക്കുള്ളൂ. അങ്ങനെ 5 എണ്ണം കഴിയുമ്പോഴത്തേനെ നമ്മൾ 1 തെറ്റിക്കുള്ളൂ എന്നുള്ള രീതിയിലാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും തെറ്റിക്കൂല. അങ്ങനത്തെ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തിപ്പെടും. മനസ്സിലായോ? നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, മാക്സിമം വർക്ക് ചെയ്യുക. ഓക്കെ, ഉഷാറായിട്ട് തിന്നുക, ഉഷാറായിട്ട് ഈറ്റ് വെൽ, ഡ്രിങ്ക് വെൽ, സ്ലീപ്പ് വെൽ, സ്റ്റഡി വെൽ. ഓക്കെ. പിന്നെ എക്സാം എഴുതാൻ പോകുമ്പോൾ, എക്സാം ഹോൾക്ക് കയറുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് ഇതൊക്കെ വന്നിട്ട് പറയും, നമ്മൾ അയാൾക്കൊന്നും കേൾക്കരുത്. ഓൾറൈറ്റ്, നമ്മുടെ മുന്നിൽ നീറ്റിന്റെ ഹോള് മാത്രം മതി. ഓക്കെ, നന്നായിട്ടൊന്ന് ബ്രീത് ചെയ്യുക, ഉഷാറായിട്ട് നന്നായിട്ടൊന്ന് ഡീപ് ബ്രീത് ചെയ്യുക. നമ്മൾ മുന്നിൽ നമ്മൾ ഡോക്ടർ ആവുന്നത് കാണുക, ചിരിച്ചുകൊണ്ട് നമ്മൾ ആ ഒന്നാമത്തെ ചോദ്യത്തിന് നമ്മൾ നേരിടുക. സിമ്പിൾ ആണ്. ഓക്കെ, ഉഷാറായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റടാ. ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ദിസ് ഇസ് നോട്ട് ദ എൻഡ് അല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. അപ്പൊ ആരും ടെൻഷൻ അടിച്ചിട്ട് അയ്യോ എന്റെ ജീവിതം ഇവിടെ തീർന്നേ എന്നൊന്നും പറഞ്ഞിട്ടിരിക്കരുത്. നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോവാണ്. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഞാൻ ഇപ്പോഴും സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ബയോളജി ആൻഡ് ഡോണ്ട് ഓവർ എസ്റ്റിമേറ്റ് ബയോളജി. സെയിം വിത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഓക്കെ, യെസ്. സോ ബയോളജി നിങ്ങളുടെ നായകനാവാം, ബയോളജി നിങ്ങളുടെ വില്ലനാകാം. ആരാവണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത് എങ്ങനെയാണ്? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ആയിരിക്കണം. സോ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണോ? റെഡി ആണെങ്കിൽ എല്ലാവരും ഒന്ന് താഴെ കമന്റ് ചെയ്യുക, യെസ് ഐ ആം റെഡി, ഐ ആം ഗോണ ക്രാക്ക് നീറ്റ് ദിസ് ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉഷാറായിട്ട് എല്ലാവരും കമന്റ് ചെയ്യുക. ലെറ്റ് മി സീ എത്ര ആൾക്കാർക്ക് ആ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത്. മനസ്സിലായോ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.